നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിജയിപ്പിക്കുവാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തിറക്കിയും അതിനെക്കുറിച്ച് ധാരണയും ഒന്നുമായിട്ടില്ലെങ്കിലും BJP 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ തോൽപ്പിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് BJPയും RSSും രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ വലിയ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേര് കെ മുരളീധരനാണ്. അദ്ദേഹത്തോട് RSSനും BJPക്കും വിരോധം തോന്നുവാനുള്ള കാരണം BJPക്കുണ്ടായിരുന്ന കേരള നിയമസഭയിലെ ഏക അക്കൗണ്ട് നേമത്ത് പൂട്ടിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ്. നേമത്ത് അദ്ദേഹം പിടിച്ച വോട്ടുകളുടെ ബലത്തിലാണ് ശിവൻകുട്ടി ജയിച്ചത്. അതുകൊണ്ടാണ് BJPക്ക് അവിടെ പരാജയം സംഭവിച്ചത് എന്ന് BJP വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ BJP RSS സംഘപരിവാര നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം എന്ന് വെച്ചാൽ കെ മുരളീധരനെ കേരള നിയമസഭയിൽ നിന്നോ ലോക്സഭയിൽ നിന്നോ വിജയിക്കാൻ അനുവദിക്കരുത്, അദ്ദേഹത്തെ പാർലമെന്ററി രംഗത്ത് എവിടെ നിന്നും വിജയിക്കുവാൻ സമ്മതിക്കരുത് എന്ന ഒരു മുൻധാരണ BJPയുടെ ഭാഗത്ത് നിന്ന്, RSSന്റെ ഭാഗത്ത് നിന്ന്, സംഘപരിവാര ഭാഗത്ത് നിന്ന് ഉള്ളതായിട്ടാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ട് മറിച്ച് അദ്ദേഹത്തിൻ്റെ എതിരാളികളെ വിജയിപ്പിക്കുവാനുള്ള തീരുമാനവുമായി BJP മുന്നോട്ട് പോകും എന്ന ചില റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ നിറഞ്ഞേൽക്കുകയാണ്. BJPക്ക് രണ്ടാമത് വിരോധമുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് BJPയുടെ ശബ്ദമായിരുന്ന സന്ദീപ് വാര്യർ എന്ന് പറയുന്ന യുവ നേതാവാണ്. ഇപ്പോൾ കോൺഗ്രസ് എത്തിയ നേതാവാണ്. അദ്ദേഹം നിരന്തരം സംഘപരിവാര തത്വശാസ്ത്രത്തെയും BJPയും RSSനെയും ഒക്കെ ആക്രമിക്കുന്നതാണ്, സംഘപരിവാരത്തെയും BJP പ്രവർത്തകരെയും ഒക്കെ പ്രകോപിതരാക്കുന്നത്. അദ്ദേഹം എവിടെ മത്സരിച്ചാലും വോട്ടുമറിച്ച് അദ്ദേഹത്തെയും പരാജയപ്പെടുത്തണം എന്ന ഒരു ധാരണ RSSലും BJPയിലും സംഘപരിവാര പ്രസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കെ മുരളീധരനും ഒപ്പം സന്ദീപ് വാര്യരുമാണ് ഹിറ്റ് ലിസ്റ്റിലുള്ള പ്രമുഖർ. പക്ഷേ ഇവർ രണ്ടുപേരുടെയും തീരുമാനം എന്തെന്ന് വെച്ചാൽ BJPക്ക് സാധ്യതയുള്ള അല്ലെങ്കിൽ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുവാനാണ് എന്ന ഒരു ധാരണയും മാധ്യമങ്ങൾ വെച്ച് പുലർത്തിയാണ്. കാരണം BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ BJP ഇവരുടെ എതിരാളികൾക്ക് വോട്ട് മറിച്ച് ഇവരെ പരാജയപ്പെടുത്തുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് എത്തുവാൻ കഴിയില്ല. കാരണം BJPക്കും കൂടി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണെങ്കിൽ BJP പ്രവർത്തകരും RSSും ഒക്കെ BJPയെ വിജയിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് തന്നെ മുരളീധരനും സന്ദീപ് വാര്യരും BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, ഒപ്പം കോൺഗ്രസിന് കൂടി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ മത്സരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നു. മുരളീധരൻ ഇപ്പോഴും വട്ടിയൂർക്കാവിൽ മത്സരിക്കാനാണ് സാധ്യത എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം അവിടെ BJP ഒരു വോട്ട് അട്ടിമറിക്ക് ശ്രമിച്ചേക്കുവാൻ സാധ്യതയില്ല. കാരണം വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ആയിരുന്നു രണ്ടാമത്, കോൺഗ്രസ് അവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ദുർബലയായിരുന്നു, വീണ എസ് നായരായിരുന്നു. അതുകൊണ്ടായിരുന്നു കോൺഗ്രസ് അവിടെ മൂന്നാം സ്ഥാനത്തെത്തിയത്. മുരളീധരൻ മത്സരിച്ചാൽ അവിടെ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ മുരളീധരൻ അവിടെ മത്സരിക്കും. പക്ഷേ BJPക്ക് വോട്ട് അട്ടിമറിക്കുവാൻ ഉള്ള ഒരു സാധ്യത അവിടെ അടയുകയാണ്. കാരണം BJPക്കും കൂടി സാധ്യതയുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്കായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട്. രാജീവ് ചന്ദ്രശേഖറിന് ശശി തരൂരിനേക്കാളും വോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BJP അവിടെ ഒരു അട്ടിമറിക്ക് തുനിയില്ല. കാരണം BJPക്ക് കൂടി സാധ്യതയുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് സേഫായ മണ്ഡലം എന്ന രീതിയിൽ മുരളീധരൻ വട്ടിയൂർക്കാവ് തിരഞ്ഞെടുക്കും എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹത്തെ നേരിടുവാൻ അദ്ദേഹത്തിൻ്റെ സഹോദരി പത്മജയാണ് ഇപ്പോൾ BJP നിയോഗിക്കുന്നത് എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. അത് മുരളീധരൻ്റെ സാധ്യത കുറച്ചുകൂടി സുരക്ഷിതമാക്കുന്നു, സേഫാക്കുന്നു എന്നതാണ് വസ്തുത. കാരണം സ്വന്തം സ്ഥലത്ത് തൃശ്ശൂരിൽ 2 പ്രാവശ്യം സ്ഥിരമായി പരാജയപ്പെട്ട പത്മജയ്ക്ക് വട്ടിയൂർക്കാവിൽ വലുതായി ഒന്നും ചെയ്യാൻ കഴിയില്ല. കേരള രാഷ്ട്രീയം പഠിക്കുന്ന ആർക്കും വ്യക്തമാണ്, പത്മജയ്ക്ക് വട്ടിയൂർക്കാവിൽ ഒരു ചലനവും ഉണ്ടാക്കുവാൻ കഴിയില്ല. അത് പ്രശാന്തും ഇപ്പോൾ നിലവിലുള്ള MLA ആയ പ്രശാന്തും കെ മുരളീധരൻ തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മുരളീധരൻ വട്ടിയൂർക്കാവ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. മറ്റൊരു ഹിറ്റ് ലിസ്റ്റിലുള്ള ആളായ, അതായത് BJPയുടെ മറ്റൊരു ഹിറ്റ് ലിസ്റ്റിലുള്ള ആളായ സന്ദീപ് വാര്യരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം മത്സരിക്കുവാൻ സാധ്യത തൃശ്ശൂരാണ്. കാരണം തൃശ്ശൂരും BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലമാണ്. അവിടെയും അവർ സന്ദീപ് വാര്യരെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വോട്ട് LDFന് മറിക്കുവാൻ സാധ്യതയില്ല. പരമാവധി അവരുടെ പാർട്ടി സ്ട്രക്ചറും BJP RSS സംഘപരിവാര പ്രവർത്തകരുമൊക്കെ BJPയെ വിജയിപ്പിക്കുവാൻ തൃശ്ശൂരിൽ ശ്രമിക്കും. കാരണം BJP ഓൾറെഡി തൃശ്ശൂർ ലോക്സഭ വിൻ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. തൃശ്ശൂർ നിയമസഭയിൽ പരാജയപ്പെടുന്നത് അവർക്ക് തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് അവർ പ്രധാന എതിരാളിയായ സന്ദീപ് വാര്യരെ ടാർഗറ്റ് ചെയ്ത് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് മറിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകില്ല. അതുകൊണ്ട് കെ മുരളീധരൻ വട്ടിയൂർക്കാവിലും സന്ദീപ് വാര്യർ തൃശ്ശൂരും മത്സരിക്കുവാനാണ് സാധ്യത എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ഹിറ്റ് ലിസ്റ്റിലുള്ള ആൾ എന്ന് പറയുന്നത് പി രാജീവാണ്.
സംസ്ഥാന മന്ത്രി, അദ്ദേഹം നിരന്തരം RSS സംഘപരിവാരത്തെ വാക്കുകളുണ്ട് ആക്രമിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കും BJP എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. കളമശ്ശേരിയിൽ കഴിഞ്ഞ ഇലക്ഷനിൽ 2021 ഇലക്ഷനിൽ P രാജീവ് 15,336 വോട്ടുകൾക്കാണ് IUMLന്റെ V അബ്ദുൽ ഗഫൂറിനെ പരാജയപ്പെടുത്തിയത്. പക്ഷേ BDGS അവിടെ നല്ല വോട്ടുണ്ടായിരുന്നു, 10,11,000 വോട്ടുണ്ടായിരുന്നു. ഇനി ആ വോട്ടുകൾ 2026 നിയമസഭാ ഇലക്ഷനിൽ ഒരുപക്ഷെ P രാജീവിന് എതിരായിട്ട് UDF മറിച്ചാൽ ഒരുപക്ഷെ P രാജീവിൻ്റെ നില അവിടെ പരിങ്ങലിലാകാൻ സാധ്യതയുണ്ട് എന്നൊരു വസ്തുത നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം കളമശ്ശേരിയും അവിടുത്തെ നിലവിലുള്ള MLA ആയ P രാജീവിനെ അദ്ദേഹം നിരന്തരമായി സംഘപരിവാര പ്രൊഫൈലുകളെ ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമമുണ്ടായാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് തിരിച്ചടിയായേക്കാം എന്ന വസ്തുത നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. മറ്റൊരു ഹിറ്റ് ലിസ്റ്റിലുള്ള ആൾ എന്ന് വെച്ചാൽ VD സതീശനാണ്, പ്രതിപക്ഷ നേതാവ്. VD സതീശൻ്റെ മണ്ഡലമായ പറവൂരിൽ അവിടെ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു സ്വാധീനമുണ്ട് എന്ന വസ്തുതയുണ്ട്. കാരണം VD സതീശൻ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുന്തോറും വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MD നിക്സനെ പരാജയപ്പെടുത്തിയത് 21,000 വോട്ടുകൾക്കാണ്. BDGS 12,000 വോട്ടുകളാണ് പിടിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ BJP അവിടെ VD സതീശനെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വോട്ട് മറിച്ചാലും VD സതീശനെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല. കാരണം VD സതീശൻ അടുത്ത തവണ UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സാധ്യതയുള്ള ഒരാളാണ്. മുഖ്യമന്ത്രിയാകുമെന്ന് 90% ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരാളെ വിജയിപ്പിക്കുവാൻ പരവൂർ മണ്ഡലം ഒപ്പം നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ BJPയുടെ ഗെയിം പ്ലാൻ പരവൂർ വിജയിക്കുവാൻ സാധ്യതയില്ല. പക്ഷേ കളമശ്ശേരിയിൽ മന്ത്രി രാജീവിനെതിരെ ഒരുപക്ഷെ അത് വിജയിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന് VK ഇബ്രാഹിം കുഞ്ഞിന് സീറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് അവിടെ കളമശ്ശേരിയിൽ P രാജീവ് വിജയിക്കുവാൻ സാധ്യത. അത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ്. കളമശ്ശേരിയിൽ PA ഇബ്രാഹിം കുഞ്ഞിന് സീറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം P രാജീവ് വിജയിച്ചത്. ഒരുപക്ഷെ ഇബ്രാഹിം കുഞ്ഞിന് ഇപ്രാവശ്യം സീറ്റ് കൊടുത്താൽ P രാജീവിന് ഈ BJPയുടെ അട്ടിമറി ഇല്ലാതെ തന്നെ അവിടെ പരാജയപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലും മാധ്യമങ്ങൾ നടത്തുകയാണ്. മറ്റൊന്ന് നിയമമണ്ഡലമാണ്. നിയമമണ്ഡലത്തിൽ ഇപ്പോൾ ചർച്ച വരുന്നത് എന്തെന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് നിയമമണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്നത് BJPയിൽ മത്സരിക്കുവാൻ. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ 2024 ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായ ഒരു BJP അനുകൂല വോട്ട് കേന്ദ്രീകരണം ഒന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 കേരളത്തിൽ ഉണ്ടാകില്ല. കാരണം അത് ലോക്സഭയിൽ BJPക്ക് അനുകൂലമായ ചില വോട്ട് വികേന്ദ്രീകരണങ്ങൾ ചില സമുദായങ്ങളുടെ ഒക്കെ ഈ 2024-2019 ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായി. അത് നിയമസഭയിൽ പ്രതിഫലിക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ BJP വിജയിക്കുവാൻ സാധ്യതയുള്ള ഏക നിയമസഭാ മണ്ഡലം നിയമമായിരിക്കാം. അവിടെ കോൺഗ്രസിന് ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ല എങ്കിൽ അവിടെ നേമത്ത് BJP വിജയിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ ഇനി ഒരു മത്സരത്തിന് നേമത്ത് മുരളീധരൻ അവിടെ തലവെച്ച് കൊടുക്കുവാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം ചെയ്യുന്ന രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ BJPക്ക് അവിടെ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നേമത്ത് കോൺഗ്രസ് ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിൽ നേമത്ത് BJP വിജയിക്കും. അവിടെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ BJPക്ക് അകത്ത് നിന്ന് ചില എതിർപ്പിന്റെ സ്വരങ്ങൾ ഉയരുന്നുണ്ട് എന്ന ഒരു വസ്തുത കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരുപക്ഷെ BJP ജയിക്കുന്ന ഏക നിയമസഭാ മണ്ഡലമാണ് നേമമെങ്കിൽ അവിടെ കുറച്ചുകൂടി നല്ല പ്രകടനം നിയമസഭയിൽ കാഴ്ചവെക്കുവാൻ കഴിയുന്ന ഒരാളുണ്ടാകണമെന്ന് BJPയിൽ നിന്നൊരു വാദം ഉണ്ടാകുന്നുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖറിന് BJPയെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്രത്തോളം വലിയ രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുമെന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷാ പരിമിതി, അദ്ദേഹം നല്ല മലയാളം കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം ഒരുപക്ഷെ ലോക്സഭയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതുപോലെ അദ്ദേഹത്തിന് പ്രകടനം ചെയ്യുവാൻ കഴിഞ്ഞേനെ. പക്ഷേ നിയമസഭയിലാകുമ്പോൾ അവിടെ മാധ്യമം അവിടെ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായ പരിമിതികളുണ്ട്. മാത്രമല്ല 2006 അവിടെ നിന്ന് വിജയിച്ച O രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രകടനം മോശമായിരുന്നു എന്ന വിലയിരുത്തൽ BJPക്ക് തന്നെയുണ്ട്. അദ്ദേഹം മിതവാനായ ഒരു നേതാവായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രകടനം മോശമായിരുന്നു. അത് പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ 2011 തെരഞ്ഞെടുപ്പിലൊക്കെ BJPയെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്ന, ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് ഊർജ്ജസ്വലമായ പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്ന ഒരു നേതാവിനെ നിയമത്ത് പരിഗണിക്കണം എന്ന ഒരാവശ്യം BJPയിൽ നിന്ന് ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിന് പകരം ശോഭാ സുരേന്ദ്രനോ K സുരേന്ദ്രനോ ഒക്കെ അവിടെ നിന്ന് നിയമത്തിൽ നിന്ന് പരിഗണിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം BJPക്ക് സംബന്ധിച്ച് വിജയിക്കാനുള്ള ഏക സീറ്റായി നിയമം നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. അപ്പോൾ തന്നെ അത് നിയമസഭയിൽ ഇടിച്ചു നിൽക്കുന്ന ഒരു നേതാവായി നേതാവ് അവിടെ നിന്ന് വിജയിച്ചു വരണം എന്ന ഒരു വിലയിരുത്തൽ BJP പ്രവർത്തകരുടെ ഇടയിൽ നിന്നും തലസ്ഥാനത്തെ BJP പ്രവർത്തകരുടെ ഇടയിലുമുണ്ട് എന്ന ഒരു വസ്തുത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന് പരം കൂടുതൽ ആക്റ്റീവായ ഒരു നേതാവ് അവിടെ പരിഗണിക്കപ്പെട്ടേക്കാം. ഒന്നുകിൽ
സുരേന്ദ്രനോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുക്കുന്ന ഒരു നേതാവോടേക്ക് വന്നേക്കാം എന്ന വസ്തുത മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.